കലൂർ സ്റ്റേഡിയത്തിൽ VIP ഗാലറി ഒരുക്കിയത് താൽക്കാലികമായി കെട്ടിപ്പൊക്കിയ വേദിയിൽ. നടന്നു പോകുവാൻ പോലും പരിമിതമായ സ്ഥലം മാത്രമുള്ള വേദിയിൽ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്നത് റിബൺ കെട്ടിയ ക്യൂ മാനേജർ. ഉമാ തോമസ് MLAക്ക് അപകടം സംഭവിച്ചത് എങ്ങനെയെന്ന വിശദമായ റിപ്പോർട്ട് കാണാം. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാൻ ഈ നിൽക്കുന്ന ഈ ഭാഗത്താണ് ഇന്നലെ ഏകദേശം 6:20 ഉമാ തോമസ് MLA 14-15 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ചത്. ഈ ഓട പോകുന്ന മുകളിലത്തെ ഈ സ്ലാബ്, കോൺക്രീറ്റ് സ്ലാബിൽ തലയുടെ പിൻഭാഗം ഇടിച്ച് വീഴുകയായിരുന്നു. ഇവിടെ നിന്നുമാണ് ഈ VIP-കൾക്കുള്ള എൻട്രൻസ്, അതായത് പ്രവേശനം ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉമാ തോമസ് MLA വരുന്നു. ഇതിൽ കൂടെ കടന്ന് നേരെ അകത്തേക്ക് പോകുന്നു. ഇവിടെ തൊട്ടപ്പുറത്ത് ഈ കാണുന്നത് മാധ്യമങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയ സംവിധാനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. താഴെ സ്വിച്ച് അടക്കമുള്ള കാര്യങ്ങളും മുകളിൽ ട്രൈപോഡും ക്യാമറ സെറ്റ് ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ഇതുവഴിയാണ് നേരെ ഉമാ തോമസ് MLA കയറി മുകളിലേക്ക് പോകുന്നത്. ഇത് സാധാരണയുള്ള ഒരു സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് കയറി ഉമാ തോമസ് MLA നേരെ ചെല്ലുന്നത് താൽക്കാലികമായിട്ട് ഒരുക്കിയിട്ടുള്ള ആ സ്റ്റേജിലേക്കാണ്. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ സാധാരണ രീതിയിലുള്ള സ്റ്റേഡിയത്തിന്, അതായത് ഈ കലൂരിലെ സ്റ്റേഡിയത്തിന്റെ യഥാർത്ഥ സ്ഥിരമായിട്ടുള്ള ചെയറുകൾ എന്ന് പറയുന്നത് ഈ താഴെ കാണുന്നതാണ്. അതിന്റെ മുകളിലായിട്ടാണ് ചെറു ഇരുമ്പ് ദണ്ടുകളും അതോടൊപ്പം തന്നെ ഇരുമ്പ് പാളികളും ഉപയോഗിച്ചുകൊണ്ട് ഈ കാണുന്ന മഞ്ഞ കളറ് പ്ലാസ്റ്റിക് റോപ്പ് ഉപയോഗിച്ച് കെട്ടിക്കൊണ്ടാണ് ഈ ഒരു താൽക്കാലിക സ്റ്റേജ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ യഥാർത്ഥത്തിൽ ഈ JLN സ്റ്റേഡിയത്തിന്റെ ഈ ചെയർ സംവിധാനം, അതായത് ഇരിപ്പിടം. ഇതാണ് VIP ഗാലറി. ഈ VIP ഗാലറിക്ക് മുകളിലാണ് ഇരുമ്പ് പാളികളും ദണ്ടും ഉപയോഗിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് കയറ് കെട്ടിക്കൊണ്ട് ഈ താൽക്കാലിക സ്റ്റേജ് സംവിധാനം ഒരുക്കിയത്. ഇതാണ് ഈ VIP ഗാലറിയുടെ, അതായത് സ്ഥിരമായിട്ടുള്ള VIP ഗാലറിയുടെ സുരക്ഷ ബാരിക്കേഡ് അഥവാ സുരക്ഷാ കൈവരി. അത് ഇരുമ്പ് കൊണ്ട് ഉപയോഗിച്ചുള്ളതാണ്. അത് ഈ ഒരു സുരക്ഷാ കൈവരി ഈ ഒരു VIP ഗാലറിക്ക് ഉണ്ട്. പക്ഷേ ഈ താൽക്കാലികമായിട്ട് കെട്ടിപ്പൊക്കിയ ഈ സ്റ്റേജ് സംവിധാനത്തിന് ആ ഒരു കൈവരി ഇല്ല എന്നുള്ളതാണ് സുരക്ഷാ വീഴ്ചയായിട്ട് നമുക്ക് ഉയർത്തിക്കാട്ടാൻ സാധിക്കുന്നത്. ഇതാണ് ഈ സ്റ്റേജിലേക്ക് കടന്നു കയറാനുള്ള സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിലൂടെ ഈ പറയുന്ന VIP ഗാലറി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ഏകദേശം 35-40ഓളം കസേരകൾ ഉണ്ട്. അതിൽ മന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്. ഈ പറയുന്ന കസേരകളിൽ ഓരോരുത്തരും ഇരിക്കുന്നുണ്ട്, വിശിഷ്ട വ്യക്തികൾ ഇരിക്കുന്നുണ്ട്. ഈ 2 വരി കസേരകൾ, ഒരു വരി കസേര പോലും ഇടാനായിട്ടുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു സ്ഥല പരിമിതി ഇവിടെ ഇല്ല. കാരണം ഒരു സ്ഥലം കൃത്യമായിട്ട്, അതായത് ഇത്രയധികം VIP-കൾക്ക് ഇരിക്കുവാൻ തക്ക രീതിയിലുള്ള ഒരു സംവിധാനമോ സ്ഥലമോ ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. അതിൽ ആ ഒരു ഭാഗത്താണ് 35-40ഓളം കസേരകൾ ഇട്ടിരിക്കുന്നത്. ഇവിടെ വെച്ചിരുന്നത് നേരത്തെ കാണിച്ചിട്ടുള്ള, അതായത് നീല റിബൺ കൊണ്ട് കെട്ടിയിട്ടുള്ള ക്യൂ മാനേജർ എന്ന് പേരായിട്ടുള്ള താൽക്കാലിക സംവിധാനം മാത്രമാണ് ഈ VIP ഗാലറിയിൽ പോകുന്ന വഴിയിൽ വെച്ചിട്ടുള്ളത്. ഈ പറയുന്ന ഉമാ തോമസ് MLA നേരെ കയറി വരുന്നു. കയറി വന്നതിന് ശേഷം മന്ത്രി സജി ചെറിയാനോടക്കം സംസാരിക്കുന്നു. ഈ 1ാമത്തെ നിരയിലെ 3ാമത്തെ കസേരയിലാണ് ഉമാ തോമസ് MLA ഇരുന്നത്. അതിനുശേഷം MLA വന്ന് മിനിസ്റ്ററോട് സംസാരിച്ചു. തിരിച്ച് സ്വന്തം ഇരിപ്പിടത്തിലേക്ക് പോകുന്ന സമയത്ത്, അതായത് സ്വന്തം ഇരിപ്പിടത്തിലേക്ക് പോകുവാനും അവിടെ ഉള്ള വ്യക്തികളോടും സംസാരിക്കാനായിട്ട് തിരിഞ്ഞ സമയത്താണ് പെട്ടെന്ന് പൊടുന്നനെ കാല് വഴുതി താഴേക്ക് പതിച്ചത്. അതായത് ഇവിടെ ഉണ്ടായിരുന്നത് ആകെ ആ സ്റ്റീൽ കൊണ്ടുള്ള താൽക്കാലിക റിബൺ കെട്ടിയിട്ടുള്ള, നീല റിബൺ കെട്ടിയ ക്യൂ മാനേജർ മാത്രമാണ്. അതിൽ പിടിച്ചുകൊണ്ട് പൊടുന്നനെ നിലത്തേക്കാണ് MLA പതിക്കുന്നത്. ആ കാണുന്ന കോൺക്രീറ്റ് പാളിയിൽ MLAയുടെ തലയുടെ പിൻഭാഗം ഇടിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. ഇവിടെ ആകെ ഉള്ളത് ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഈ പറയുന്ന VIP-മാർ കടന്നു പോകുന്ന വഴിയിൽ ആ പാതയിൽ ഒരു സുരക്ഷ എന്നുള്ള രീതിയിൽ, സംവിധാനം എന്നുള്ള രീതിയിൽ ആകെ ഉള്ളത് ഈ പറയുന്ന റിബൺ കെട്ടിയ ആ ഒരു ക്യൂ മാനേജർ മാത്രമാണ്. ഒരു ബലമുള്ള ഉറപ്പുള്ള ഒരു കമ്പിയില്ല. ഇതാണ് പ്രധാനപ്പെട്ട വീഴ്ചയായിട്ട് കാണേണ്ടത്. മറ്റൊന്ന്, ഇതിന് മുകളിലായിട്ട് സ്റ്റേജ് ഒരുക്കിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഈ ഒരു VIP ഗാലറിക്ക് തൊട്ട് മുകളിലായിട്ട് സ്റ്റേജും, അതായത് ആങ്കർമാർ, അവതാരികമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത്. അതിന് താഴെയാണ് ഇരിപ്പിടങ്ങളിൽ VIP-മാർക്ക് ഇരിക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും
പൂർണ്ണമായിട്ടും സുരക്ഷാ മാനദണ്ഡങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാതെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. അത് തന്നെയാണ് ഈ അപകടത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത്. എന്തായാലും നിലവിൽ ഈ അപകടം സംഭവിച്ചതിന് ശേഷം പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് GCDയുടെ ചെയർമാനും അതോടൊപ്പം തന്നെ മന്ത്രി, ഒപ്പം തന്നെ MLA, MP-മാർ തുടങ്ങിയ എല്ലാവരും പങ്കെടുത്ത ഒരു പരിപാടി, അത് കെട്ടിപ്പൊക്കിയത് ഒരു താൽക്കാലികമായിട്ട് ബലക്കുറവുള്ള ഒരു കുറെ കമ്പികളിലും കുറെ ഇരുമ്പ് പാളികൾ കൊണ്ടുമാണ്. അവിടെ സുരക്ഷാ ബാരിക്കേഡ് ഇല്ല. ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടായി കഴിയുമ്പോൾ മാത്രമാണ് അത് ചികഞ്ഞുകൊണ്ട് പരിശോധന നടത്തുന്നത്. സാധാരണ രീതിയിൽ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായിട്ടുള്ള ഇടവേളയിൽ പരിശോധിച്ച് അതിനുശേഷം മാത്രമേ ഏതൊരു പരിപാടി നടത്തുവാനും അനുമതി കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ വീഴ്ച പറ്റിയിരിക്കുന്നത് അധികാരികൾക്കാണ്. അപകടം സംഭവിച്ചത് കൊണ്ട് മാത്രം പുറം ലോകം അറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.